നമ്പർ 1 ആദ്യം നടപ്പാക്കേണ്ട വികസനം ഒരോടം പാലം മാനത്ത് മംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കലും പെരിന്തൽമണ്ണ നഗരത്തിന്റെ ബ്യൂട്ടിഫിക്കേഷനാണ്. പെരിന്തൽമണ്ണ ഈ നഗര വിപുലീകരണം എളുപ്പമല്ല. ഒരുപാട് കച്ചവടക്കാർ അവരെ എല്ലാം അസ്വസ്ഥതാക്കാതെ അവരെ എങ്ങനെ അഡ്രസ് ചെയ്ത് അവരുടെ കച്ചവടത്തെയും സ്ഥാപനത്തെയും ബാധിക്കാതെ ഒരു സൗന്ദര്യവൽക്കരണമാണ് നഗരത്തിൽ ചെയ്യേണ്ടത്. വലിയ സ്വീകാര്യതയാണ് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഹനീഫയ്ക്ക് എല്ലായിടത്തും കിട്ടുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ UDF വലിയ മേധാവിത്വമൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോ മത്സരം കട്ടയ്ക്ക് വന്നു എന്ന് UDF സമ്മതിക്കുന്നു. മുഹമ്മദ് ഹനീഫയുടെ സ്വീകാര്യതയല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തിനുള്ള സ്വീകാര്യതയാണ്. 10 വർഷക്കാലമായി കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടായിരിക്കണം ഈ മണ്ണിൽ. അതിന് ഈ രാജ്യത്തെ ജനം മൂന്നാമതും ഇടതുപക്ഷ ഗവൺമെന്റിനെ തുടരണം എന്നാണ് ആവശ്യപ്പെട്ടത്. അത് ക്ഷേമ പെൻഷന്റെ തുടർച്ചയാണ്, പവർ കട്ടില്ലാത്ത കേരളത്തിന്റെ തുടർച്ചയാണ്, അത് പാഠപുസ്തകം സമയത്ത് കുട്ടികൾക്ക് കിട്ടുന്നു എന്ന രക്ഷകർത്താവിന്റെ ഉറപ്പാണ്. ആ ഉറപ്പാണ് കേരളത്തിൽ LDFന്റെ ഗവൺമെന്റ്. ഈ കിട്ടുന്ന സ്വീകാര്യത 10 വർഷക്കാലമായി കേരളത്തിൽ ഗവൺമെന്റ് നടപ്പാക്കിയ വികസന പ്രവർത്തനത്തിന്റെ സ്വീകാര്യതയാണ്. വ്യക്തിയല്ല മത്സരിക്കുന്നത്, മുന്നണിയാണ്. ആ മുന്നണിയുടെ പ്രതീകമാണ് ഒരു സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന എല്ലാ പിന്തുണയും ഈ ഗവൺമെന്റിന്റെ, ഈ പ്രസ്ഥാനത്തിന്റെ, ഈ മുന്നണിയുടെ, ഈ ബഹുജനങ്ങളുടെ ആകെ പിന്തുണ കിട്ടുന്നത് ഈ മുന്നണി മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടിനാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ ദിവസം തന്നെ താങ്കൾ പറഞ്ഞിരുന്നു വികസനത്തിന്റെ കാര്യത്തിൽ ഓരോടമ്പാലം മാർത്തമംഗലം ബൈപ്പാസ് റിംഗ് റോഡുകൾ ഇതിനൊക്കെ പ്രഥമ പരിഗണന നൽകുന്നു. അത് കൂടാതെ അതിപ്പോ താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ് പ്രഥമ പരിഗണന. ഈ പെരിന്തൽമണ്ണയ്ക്ക് ഇനിയും ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്യൂച്ചർ പെരിന്തൽമണ്ണ, ഭാവിയിലെ പെരിന്തൽമണ്ണയ്ക്ക് അങ്ങനെ കുറെ ആശയങ്ങൾ ഒരുപക്ഷെ താങ്കളുടെ മനസ്സിലുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നത് പെരിന്തൽമണ്ണയിലെ നമ്പർ 1 ആദ്യം നടപ്പാക്കേണ്ട വികസനം ഒരോടം പാലം മാനത്ത് മംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കലും പെരിന്തൽമണ്ണ നഗരത്തിന്റെ ബ്യൂട്ടിഫിക്കേഷനാണ്. പെരിന്തൽമണ്ണ ഈ നഗര വിപുലീകരണം എളുപ്പമല്ല. ഒരുപാട് കച്ചവടക്കാർ അവരെ എല്ലാം അസ്വസ്ഥതാക്കാതെ അവരെ എങ്ങനെ അഡ്രസ് ചെയ്ത് അവരുടെ കച്ചവടത്തെയും സ്ഥാപനത്തെയും ബാധിക്കാതെ ഒരു സൗന്ദര്യവൽക്കരണമാണ് നഗരത്തിൽ ചെയ്യേണ്ടത്. മറ്റത് റിംഗ് റോഡുകളും മറ്റും ചെയ്ത് ട്രാഫിക് കുരുക്കഴിക്കും, അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇത് ഞങ്ങളോട് ചോദിക്കുമ്പോ കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ മണ്ഡലത്തിലെ UDF പറഞ്ഞിരുന്നു ട്രാഫിക് കുരുക്കഴിക്കും, നടപടി ഉണ്ടാകും, ബൈപ്പാസ് ഉണ്ടാക്കുമെന്നൊക്കെ. എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് പറയേണ്ട ബാധ്യത കൂടി അവർക്കുണ്ട്. കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ നിഷേധ സമീപനം സ്വീകരിച്ചു എന്ന് പറഞ്ഞു എവിടെ കേട്ടു? ഈ ഗവൺമെന്റിന്റെ മുന്നിൽ ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ ചോദിച്ച് ഏതിനോടാണ് മുഖം തിരിഞ്ഞു നിന്നിട്ടുള്ളത്? എല്ലാ നടപടികൾക്കും എല്ലാ പദ്ധതികൾക്കും പണം കൊടുത്തിട്ടുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കാനുള്ള ഗവൺമെന്റ് പ്രതിനിധിയായി നിൽക്കുന്ന ഈ മണ്ഡലത്തിലെ നേതൃത്വം അതിൽ ഇടപെട്ടില്ല എന്നുള്ള നല്ല വിമർശനം ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലുണ്ട്. ആ വിമർശനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ നാടിന് വികസനത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ജനത്തിന്റെ താല്പര്യമാണ്. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ആരോഗ്യ മേഖല ഇപ്പോ ആശുപത്രികളുടെ നഗരമാണെങ്കിൽ പോലും സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രിയിൽ ഒരുപാട് പരിമിതികൾ, അസൗകര്യങ്ങൾ, അടിസ്ഥാന വികസനങ്ങളില്ലായ്മയൊക്കെ. അപ്പൊ ഈ രണ്ട് പക്ഷവും ഇതിനെ വിമർശിച്ചുകൊണ്ട് കാലം കഴിക്കുമ്പോൾ ജനങ്ങൾക്ക് അർഹതപ്പെട്ടത് പോലും ഇല്ല, കിട്ടാതെ പോകുന്നുണ്ട്. അപ്പൊ താങ്കൾ ഒരുപക്ഷെ എന്ന് ഞാൻ ഇപ്പോൾ എല്ലാവരോടും പറയുന്നുള്ളൂ, അതിന് നിലവിലെ MLA ആയാലും താങ്കളെ ജനങ്ങൾ തെരഞ്ഞെടുത്താൽ ജനറൽ ആശുപത്രിയുടെ കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും? ജില്ലാ ജനറൽ ആശുപത്രി ജില്ലാ പഞ്ചായത്തിന് നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ്. ജില്ലാ പഞ്ചായത്തിന് ഡിസെൻട്രലൈസേഷൻ പ്ലാനിങ്ങിന്റെ ഭാഗമായി കൈമാറ്റപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതിലെ നവീകരണത്തിൽ വലിയ ഉത്തരവാദിത്തം മലപ്പുറം ജില്ലാ പഞ്ചായത്തിനുണ്ട്. എന്നാൽ ഗവൺമെന്റ് അതിൽ കിഫ്ബിയിലൂടെ ധനം കൊടുത്തിട്ടുണ്ട്. കിഫ്ബിയിലൂടെ കൊടുത്ത പണം ഇന്നേ വരെ ചെലവഴിക്കാൻ വേണ്ടിയുള്ള നേതൃത്വപരമായ എന്ത് ഇടപെടലാണ് അന്നത്തെ ജില്ലാ പഞ്ചായത്തും ഇന്നത്തെ ജില്ലാ പഞ്ചായത്തും നിലവിലെ സംവിധാനം ചെയ്തിട്ടുള്ളത്? ഇപ്പോഴാണ് അതിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങിയിട്ടുള്ളത്. 6 കൊല്ലമായി അതിലേക്ക് 12 കോടി രൂപ ഗവൺമെന്റ് കിഫ്ബിയിലൂടെ കൊടുത്തിട്ട് കൊടുക്കുന്ന പണം ആ മണ്ഡലത്തിൽ സമയബന്ധിതമായി ചെലവഴിക്കുന്നതിൽ എന്തുകൊണ്ട് വീഴ്ച വരുത്തി? ആ വീഴ്ച വരുത്തിയതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്ന പെരിന്തൽമണ്ണ ജനങ്ങൾ. അതിന് അറുതി വരുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ള വികസന നയം ഒന്നൊന്നായി നടപ്പാക്കാൻ ഈ ജനത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകും. ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും, ഭരിക്കും. ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ പരിഹരിക്കും, മുന്നോട്ട് പോകും. ഓരോ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു ബൈപ്പാസിനാണ് പ്രഥമ പരിഗണന, റിംഗ് റോഡുകൾ, അതുപോലെ ഈ നഗര സൗന്ദര്യവൽക്കരണം, കൂടാതെ ആരോഗ്യ മേഖലയിൽ സാധാരണക്കാർക്ക് അർഹതപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നതിൽ ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടാൽ വീണ്ടും
പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുമെന്നും പ്രവർത്തകർ മാത്രമല്ല ഒരുപാട് സാധാരണക്കാരായ ആളുകളോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ ആരോഗ്യ മേഖലയ്ക്ക് കൂടി ഒരു കുതിച്ചുചാട്ടത്തിനുള്ള വഴിവെക്കലാകും. അതെന്നാണ് പൊതുവെ പാർട്ടി പ്രവർത്തകരും ചില നാട്ടുകാരും ഒക്കെ നമ്മോട് പറഞ്ഞത്. ഏതായാലും ഫലം വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ജനം തീരുമാനിക്കട്ടെ. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണ, ചാനൽ 10, പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.